പ്രവാസികളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. ഈ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് UAE യാത്രയെക്കുറിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നു. മാസങ്ങളോളമായി കാത്തിരിക്കുകയാണ് പ്രവാസികൾ. ഇനി എന്ന് UAE എത്തിച്ചേരാനാകും? നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്ന് UAEയിലേക്കുള്ള വിമാന വിലക്ക് ജൂലൈ 21 വരെ തുടരുമെന്ന് അബുദാബി വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു യാത്രക്കാരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ട്വിറ്ററിൽ ഇക്കാര്യം ഇത്തിഹാദ് അറിയിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UAE ഭരണകൂടം പുറത്തിറക്കിയ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യാത്രാവിലക്ക് നീട്ടിയത്. പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും ഇത്തിഹാദ് എയർവേസ് അറിയിച്ചു കഴിഞ്ഞു. ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ കൊണ്ടുവരാൻ ഇത്തിഹാദിന് അനുമതിയില്ലെന്നും അതേസമയം ഇവിടങ്ങളിൽ നിന്നുള്ള UAE പൗരന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങൾ, ഗോൾഡൻ വിസയുള്ളവർ തുടങ്ങിയവരെ വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും എയർവേസ് കൂട്ടിച്ചേർത്തു. ഇവർ നിശ്ചിത ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതോടൊപ്പം ചരക്ക് വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് ജൂലൈ 21 വരെ നീട്ടിയതായി UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇന്ത്യക്ക് പുറമെ ലൈബീരിയ, നമീബിയ, സിയേറ ലിയോൺ, DR കോങ്കോ, ഉഗാണ്ട, സാംബിയ, വിയറ്റ്നാം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, നൈജീരിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സർവീസാണ് ജൂലൈ 21 അർദ്ധരാത്രി വരെ റദ്ദാക്കിയതായി UAE അറിയിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തിഹാദിന്റെ പുതിയ അറിയിപ്പ് പുറത്തുവന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 24 മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. അതേസമയം ജൂലൈ 7 മുതൽ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രാ സർവീസുകൾ പുനരാരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എമിറേറ്റ്സ് എയർലൈൻസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇന്ത്യ ദുബായ് സർവീസുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ അന്വേഷണങ്ങൾക്കുള്ള മറുപടിയായാണ് എമിറേറ്റ്സ് ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ദുബായിലേക്കുള്ള യാത്രാ നിബന്ധനകളുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ നീങ്ങുകയാണെങ്കിൽ ജൂലൈ 7 തന്നെ യാത്ര പുനരാരംഭിക്കും എന്ന നിലപാടിലാണ് ദുബായ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിമാന കമ്പനി. അധികൃതരിൽ നിന്നുള്ള യാത്രാ പെരുമാറ്റച്ചട്ടങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട അനുമതികൾക്കും തങ്ങൾ കാത്തിരിക്കുകയാണെന്നും അവ ലഭിക്കുന്ന മുറയ്ക്ക് ജൂലൈ 7 മുതൽ സർവീസ് നടത്തുമെന്നും എമിറേറ്റ്സ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ താമസിയാതെ ലഭ്യമാകുമെന്നും ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ടിക്കറ്റ് ബുക്കിംഗും എമിറേറ്റ്സ് ആരംഭിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.